നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ കളി മാറിയേനെ. തീർച്ചയായിട്ടും തോൽവിയുടെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദ് CSKയുടെ RCBക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം പറഞ്ഞതാണ്, ഇഫ് ഐ വുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ മേ ബി ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡിഫറൻറ്റ്. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഓൺ മീ ടുഡേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതിപ്പം അദ്ദേഹം ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. അദ്ദേഹം മാത്രമല്ല, മറ്റ് ബാറ്റർമാർ, ടോപ്പ് ഓർഡർ കളിച്ച ബാറ്റർമാർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ഋതു പറഞ്ഞത്, ഇപ്പോൾ ടീം ഇവഞ്ച്വലി 200 അടിച്ചില്ല, അതിനെക്കുറിച്ച് പറഞ്ഞത്, ഐ വാസ് ഓൾസോ എ ലിറ്റിൽ സർപ്രൈസ്ഡ് ടു ബി ഓണസ്റ്റ്. ഗ്രേറ്റ് ഫൈറ്റ് ബൈ സർഫ്രാസ്, ഓവേർട്ടൺ, വീർ ആൻഡ് സം എക്സ്റ്റെൻറ്റ് ഡ്യൂബൈ എന്ന് അദ്ദേഹം പറയുന്നത് അതിന് ശേഷമാണ്. അതായത് ടീം അത്ര 200 അടിച്ചതിൽ അദ്ദേഹം ബിറ്റ് സർപ്രൈസ്ഡ് ആണ്. ഇവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. സർഫ്രാസും ഓവേർട്ടനും വീഴും ഒരു പരിധിവരെ ഡ്യൂബൈയും ഒക്കെ ഫൈറ്റ് ചെയ്തു. ഇഫ് ഐ വുഡ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ, ഞാൻ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡിഫറൻറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇന്നത്തെ ദിവസത്തെ തോൽവി തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഓൺ മീ ടുഡേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ബ്ലെയിം ഗെയിം, അതിലൊന്നും അർത്ഥമില്ല. തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാവരും മുന്നോട്ട് വരിക എന്നത് മാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ടീമിനെ രക്ഷിക്കാനുള്ള ഏക പോംവഴി. സഞ്ജു സാംസണിൻ്റെ 3 മത്സരങ്ങളിലെ പ്രകടനവും മോശമായിരുന്നു. അദ്ദേഹം തിരികെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. എന്താ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ശരിക്കും ഷെൽ ഷോക്കഡായി പോയെന്നാണ്. അതായത് അവസാനത്തിലുള്ള ആ ഒരു ആഞ്ഞടി ഉണ്ടല്ലോ, അതിൽ ടീം ഷെൽ ഷോക്കഡായി പോയി. ടിം ഡേവിഡ് കടിച്ചാടി. അപ്പോൾ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഷോക്ക്, ഒരു നെർവസ്നെസ്, അത് ബാറ്റിങ്ങിനെ ബാധിച്ചു എന്നാണ് ഇപ്പം സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ നിരീക്ഷണം. അദ്ദേഹം പറയുന്നു, അത് നല്ലൊരു വിക്കറ്റായിരുന്നു, നല്ലൊരു പിച്ചായിരുന്നു. ഇപ്പം ഒരു നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു 210, 220 ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമായിരുന്നു. ബട്ട് വി ജസ്റ്റ് ഗോട്ട് എ ലിറ്റിൽ ബിറ്റ് ഷെൽ ഷോക്ക്ഡ്. അവസാനം ആ രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നത്. നല്ല അടി കിട്ടിയില്ല, അതിനെക്കുറിച്ച് പറയുകയാണ്. വി ജസ്റ്റ് ഗോട്ട് എ ലിറ്റിൽ ബിറ്റ് ഷെൽ ഷോക്ക്ഡ്. ദെൻ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ സംഭവിച്ചു. that flowed through into the early parts of our batting as well. അപ്പോൾ അതിൻ്റെ തുടർച്ച ഞങ്ങളുടെ ബാറ്റിങ്ങിൻ്റെ ആദ്യഘട്ടത്തിലും സംഭവിച്ചു. അതാണ് സഞ്ജുവും അതുപോലെ തന്നെ ഋതുവും ആയുഷ് മേത്രയും ഒക്കെ തുടരെ വീടല്ലോ, അതിൻ്റെ കാരണമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു അടി കിട്ടി, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്നൊരു പ്രഷറുണ്ട്, വലിയൊരു സ്കോറിലേക്ക് പോയി. അപ്പം അതിൻ്റെ തുടർച്ചയാണ് ബാറ്റിങ്ങിൻ്റെ ആദ്യഘട്ടത്തിൽ സംഭവിച്ചതെന്നാണ് ഫ്ലെമിങ്ങിൻ്റെ വിലയിരുത്തൽ. ഏതായാലും കളിയിലെ ഓരോ ഘട്ടങ്ങളെയും അതിൻ്റേതായ രൂപത്തിൽ മറികടക്കാൻ കഴിയട്ടെ. വരും മത്സരങ്ങളിൽ CSK തിരിച്ചു വരട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.